ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം മാഷിനെയും കൊണ്ട് വീട് മാറി താമസിക്കാൻ പോവുകയാണ്. അങ്ങനെ അവർ യാത്രയാക്കുകയാണ്. വിശ്വവും അപ്പുമോളും ശ്രീജ എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പുമോൾക്കാണെങ്കിൽ ഭയങ്കര വിഷമം വരുന്നുണ്ട്. വിശ്വത്തിനും എല്ലാവർക്കും അങ്ങനെ തന്നെ. അവർ കെട്ടിപ്പിടിച്ച് മാഷിനെയും വിക്രത്തിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. വിക്രം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം അപ്പുമോൾ പ്രതീക്ഷിച്ചിട്ടില്ല. അച്ചാച്ചനെയും ചെറിയച്ഛനെയും ഒക്കെ നഷ്ടപ്പെടും എന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിഷമം വരികയാണ്. ഇതേ സമയമാണെന്നുണ്ടെങ്കിലോ തരുണ് വേദയും കുഞ്ഞിനെയും അമ്മയൊക്കെ കൊണ്ട് നാട്ടിലേക്ക് തിരിക്കുകയാണ്. വേദയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും മുഖത്ത് യാതൊരു സന്തോഷമൊന്നും തോന്നുന്നില്ല. വേദയുടെ പേടി എന്താന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ നാട്ടിലേക്കാണല്ലോ പോകുന്നത്. മാത്രമല്ല ശ്രീകാന്ത് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും, ഈ ഒരു പേടിയൊക്കെ വേദയുടെ മനസ്സിലുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാഷും വിക്രം കൂടെ പുതിയൊരു വാടക വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവിടെ ഒരു അച്ഛനും മകളും മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. അത് ഫ്രണ്ടിൽ കൂടെയും ബാക്കിലൂടെയും വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാടക വീടാണ്. അങ്ങനെ വിക്രം മാഷും വരുമ്പോൾ അവർ ഓടി വരുന്നുണ്ട്. കാരണം മാഷ് നേരത്തെ പരിചയമുള്ള ആൾ തന്നെയാണ്. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് മാഷും വിക്രത്തിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് രണ്ട് വശത്തെ കൂടെയും വരാം, ഫ്രണ്ടിൽ കൂടെയും ബാക്കിലൂടെയും കടക്കാം. ഇപ്പോൾ തൽക്കാലം മാഷ് ഫ്രണ്ടിൽ കൂടെ തന്നെ വരൂ എന്ന് പറഞ്ഞിട്ട് അവരെ കയറ്റിയിരുത്താണ് കേട്ടോ. അങ്ങനെ വീടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ പെരുമാറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, തൽക്കാലം അതൊക്കെ ഉപയോഗിക്കാം. ആ കുട്ടിയുടെ പേര് ആത്മജ എന്നാണ്. പക്ഷേ ആ കുട്ടി ആ സമയത്ത് സംസാരിക്കുന്നില്ല. പക്ഷെ വിക്രമിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് തരുണും അമ്മയും വേദയും എല്ലാവരും കൂടെ തറവാട് വീട്ടിലെത്തുകയാണ്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വീടൊക്കെയാണ്. മോൾക്കാണെങ്കിലോ ആ വീട് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. മോള് പറയുന്നുണ്ട്, എന്ത് ഭംഗിയുള്ള വീടാ, മോൾക്ക് വീട് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ ഗൗരിമോള് പറയുന്നുണ്ട്. അങ്ങനെ ഗൗരിമോള് വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. വേദയ്ക്കാണെങ്കിലോ വേദ പേടിച്ചിട്ട് മോളെ ഓടിക്കളിക്കല്ലേ എന്ന് പറയുമ്പോൾ തരുൺ പറയുന്നുണ്ട്, മോൾ ഓടിക്കളിക്കട്ടെ, നീ എന്തിനാ അവളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? കുട്ടികളാവുമ്പോൾ കുറച്ച് വീഴും ഒക്കെ ചെയ്യും. അന്നേരം വേദ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാ കുട്ടികളുടെയും കാര്യമൊന്നും എനിക്കറിയില്ല, എൻ്റെ മോളെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ തരുൺ പറയാണ്, അവൾ ഓടിക്കളിച്ചോട്ടെ വേദ എന്ന് പറഞ്ഞ് തരുൺ വേദയെ വിലക്കുന്നുണ്ട്. പിന്നീട് വേദ ദേഷ്യം പിടിച്ച് അകത്തോട്ട് പോവുകയാണ്. തരുണാണെങ്കിലോ മോളുടെ കൂടെ തരുണും ഓടിക്കളിക്കുകയാണ്. അങ്ങനെ വേദ ദേഷ്യത്തോടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? ഞാൻ പിന്നെ വേറെ എന്ത് പറയാനാ മോളെ? വന്ന് എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അവകാശം ഇല്ലാതായോ? അന്നേരം അമ്മ പറയുന്നുണ്ട്, അവൻ്റെ മകളായിട്ടല്ലേ മോളെ കൊച്ചിനെ വളർത്തുന്നത്. അപ്പം അവൻ്റെ മകളുടെ കാര്യത്തിൽ അവനല്ലേ കൂടുതൽ അവകാശമുള്ളതായിട്ട് അവന് തോന്നുക. അപ്പം എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അവകാശം ഇല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ പറയും, അതൊക്കെ മോളുടെ വെറും കോംപ്ലക്സ് ആണ്. ഈ ഒരു കാര്യം നീയായിട്ട് തുടങ്ങി വെച്ചതല്ലേ, അവനായിട്ട് ഇത് ഏറ്റെടുത്തതല്ലല്ലോ. പിന്നെ തരുണിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ നീ കുഞ്ഞിനെ കൊടുത്തത്. അപ്പോഴത്തെ നിന്റെ സാഹചര്യവും കുഞ്ഞിൻ്റെ ജീവനും ഒക്കെ ഓർത്തിട്ടല്ലേ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമ്മയുടെ ആ ഒരു സംസാരമൊക്കെ വേദയ്ക്ക് ഇങ്ങനെ കുത്തി പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെങ്കിലും പിന്നെ ഗൗരിമോൾക്ക് കുറച്ച് പ്രായമാവുമ്പം നമുക്ക് പറയാം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട്, 4-5 വർഷം കഴിഞ്ഞാൽ ഗൗരിമോള് ഇപ്പം കാണുന്ന കൊച്ചു കുഞ്ഞല്ല. കാര്യങ്ങളൊക്കെ അവൾ അറിയുമ്പോൾ അല്ലെങ്കിൽ തരുൺ അറിയുമ്പം എങ്ങനെയായിരിക്കും സംഭവിക്കാമെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല മോളെ. നീ എന്തായാലും അന്ന് നിൻ്റെ മോളുടെ ജീവനെ പേടി ആലോചിച്ചിട്ടാണ് നീ അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോൾ തരുണും ചെയ്യുന്നത്. മോളുടെ ജീവനെ ഓർത്തിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാം കൈവിട്ട് പോകുന്നത് പോലെയൊക്കെ വേദയ്ക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ കിച്ചണിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി വന്നിട്ട്, ഹലോ ഒന്ന് വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിക്രം വന്നിട്ട് വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി വന്നിട്ട് പരിചയപ്പെടുകയാണ്, അതെ ഞാൻ ആത്മജ, എന്തെടുക്കായിരുന്നു അവിടെ? ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിക്രം പറയുമ്പോൾ, ഇത് വെച്ചോളൂ, ഇതെന്താ? ഇത് കുറച്ച് കടലക്കറിയാണ്, ഉപ്പുമാവിക്ക് നന്നായിട്ട് ചേരും. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു, ഇത് എന്നത്തേക്കുമില്ല, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിക്രം പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാൻ വിക്രം സുധാകരൻ, നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ വലിയ ഫേമസ് അല്ലേ എന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ മുഖാകെ മാറുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അയ്യോ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, നിരപരാധിയായ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാമല്ലോ. അപ്പോൾ വീണ്ടും വിക്രത്തിനൊരു സന്തോഷം വരുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ആകെ ഡാർക്കാക്കിയല്ലേ, കുറച്ച് എന്തായാലും നിങ്ങൾ തുറന്നു പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാഷും ആത്മജയുടെ അച്ഛനും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുറത്ത് പോയിട്ട് വരുന്നുണ്ടായിരിക്കും. കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കേ. അങ്ങനെ അയാൾ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ മാഷ് വാങ്ങിച്ചതാ. അപ്പോഴാണ് വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ വാതിൽ ആരാ തുറന്നിട്ടത്? അത് ഞാനാണ് അച്ഛാ. അവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടില്ലേ? അപ്പോൾ വിക്രവും പറയുന്നുണ്ട്, അത് അടഞ്ഞു കിടക്കന്നെ ആയിരുന്നു. ഇവള് വന്ന് വിളിച്ചപ്പോഴാണ് ഞാനിത് തുറന്നു കൊടുത്തത്. അന്നേരം മാഷ് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഇനി ബാക്കിലൂടെ വന്നോളാം എന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, അയ്യോ അതൊന്നും സാരമില്ല, ഇവളിങ്ങനെ വായടിത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേരം ആത്മജയും പറയുന്നുണ്ട്, അതെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഒരു വർഷത്തിൽ 4-5 മാസം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അല്ല അച്ഛാ, ഈ കൃഷ്ണകിരീടം പൂവിനെ ഒക്കെ ഉപമിച്ചുകൊണ്ടൊക്കെ ആ കുട്ടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അകത്തേക്ക് പോകും. പക്ഷേ വിക്രത്തിനും അച്ഛനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ അച്ഛന് വിഷമായിട്ട് തലയൊക്കെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തേക്ക് പോയതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ അവൾ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കേണ്ട, അതൊന്നും കാര്യമാക്കണ്ട, അവളുടെ സംസാരം ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരും അകത്തേക്ക് പോകുമ്പം മാഷ് വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ കുട്ടിയുടെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നിയോ? ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അച്ഛൻ എന്തിനാ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്? ഇനി അച്ഛൻ ഇതൊന്നും വാങ്ങിക്കാൻ പുറത്ത് പോവണ്ട. അന്നേരം മാഷ് പറയുന്നുണ്ട്, ഈ വടിയും പിടിച്ചു പോകുമ്പോൾ എനിക്കിപ്പോൾ പണ്ടത്തേനേക്കാളും ആരോഗ്യമുള്ളതുപോലെ തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അവളിങ്ങനെ എന്തൊക്കെയോ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അവിടുന്ന് എണീറ്റ് കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിൽ ആ വേലക്കാരി ഉണ്ടായിരിക്കും. എന്നിട്ട് അവരോട് പറയും, ഒന്ന് മാറിപ്പോവാൻ, എനിക്ക് അമ്മയോട് കുറച്ച് പേഴ്സണലായിട്ട് ഇപ്പോൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ട്? അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പേടിക്കണ്ട, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചോടി പോകാനൊന്നും പോകുന്നില്ല. നീ എന്തൊക്കെയാ മോളെ ഈ സംസാരിക്കുന്നത്? ഇന്നലെ അമ്മയുടെ സംസാരവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞെന്ന് അമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ വ്യക്തമായി എന്നെ അറിയിച്ചു. നീ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കുക. അല്ല അമ്മ ഇന്നലെ പറഞ്ഞത് രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് ആലോചിച്ചു. ശരിയാണ്, രേഖകൾ പ്രകാരം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഒരു അവകാശവും ഇല്ല. സ്വന്തം കുട്ടിയുടെ വളർത്തമ്മയായി ജീവിക്കേണ്ടി വന്നവളാണ് ഞാൻ. അത് നിൻ്റെ ഉള്ളിലെ കോംപ്ലക്സാണ്. പക്ഷേ ഗൗരിയുടെ മനസ്സിൽ അങ്ങനെയല്ല എന്ന് അമ്മ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അവൾ ഇപ്പോഴാണ് ചെറിയ കുട്ടി. 4-5 വർഷം കഴിയുമ്പം ഔദ്യോഗിക രേഖകൾ എന്താന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. അച്ഛൻ്റെയും അമ്മയുടെയും കോളത്തിൻ്റെ സ്ഥാനത്ത് ആരുടെയൊക്കെ പേരുകളാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ സമയത്ത് അവളോട് സംസാരിക്കാം എന്നല്ലേ ഞാനും പറഞ്ഞത്. ആ സമയത്ത് തരുണിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വേവലാതി ഉണ്ടാവില്ല എന്നാണോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തരുൺ ഉൾക്കൊള്ളുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? നീ ഇപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവൾ കുഞ്ഞല്ലേ മോളെ. അതെ, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കും ചില അവകാശങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളൂ. അതുകൊണ്ടാണ് ഞാൻ അവളുമായി പുറത്തു പോകാം എന്ന് പറഞ്ഞത്. അതിന് ഞാനായിട്ടൊരു എതിരും പറയുന്നില്ലല്ലോ കുട്ടി. സാധാരണ നീയും മോളും പുറത്തു പോകാറുള്ളതല്ലേ. പക്ഷേ അത് എടുത്തു പറഞ്ഞപ്പം ഞാനത് ചോദിച്ചെന്ന് മാത്രം. അവൻ ചോദിക്കുമ്പം ഞാൻ എന്തു പറയണം? അപ്പോൾ വേദ ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, അറിയില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് വേദ പോകുന്നതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.